250 ഗ്രാം ശർക്കര ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ചൂടാക്കി അരിച്ചെടുത്തിട്ട് അത് നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു മുഴുവൻ തേങ്ങ ചിരുകിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് ഏലക്ക ഇവിടെ പൊടിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ എടുക്കാം. ഇതിപ്പോഴൊരു 500 ഗ്രാം വരും. ഇതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ട് വേണം നമുക്ക് ഈ മാവ് കുഴച്ചിട്ടെടുക്കാൻ. ഇപ്പോൾ ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. മൈദ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഒട്ടി പിടിക്കും. ഇതുപോലെ ലൂസായിട്ട് വേണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇലയുടെ തയ്യാറാക്കാൻ എന്നത് വാഴയിലയിലാണ്. ഞാനിതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലയിലേക്ക് മാവ് കുറേശ്ശെ നന്നായിട്ട് ഇതുപോലെ പരത്തിയതിന് ശേഷം അതിൻ്റെ നടുക്ക് നമുക്ക് ഫില്ലിങ്സ് ആയിട്ട് നമ്മുടെ തേങ്ങ മിക്സ് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിന് മുകളിലാക്കി നമ്മൾ മടക്കിയെടുത്ത ഇലയട വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 500 ഗ്രാം മാവിൽ ഏകദേശം ഒരു 15ഓളം ഇലയട തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എല്ലാം വെച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇലയുടെ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. നിങ്ങൾക്ക് ഈ ഇലയുടെ മൈദാമാവ് മാത്രമല്ല നമുക്ക് ഇതുപോലെ തന്നെ അരിമാവ് ഉപയോഗിച്ചും ഗോതമ്പ് മാവ് ഉപയോഗിച്ചും ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സോഫ്റ്റ് വളരെ ടേസ്റ്റായിട്ടുള്ള ഇലയുടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.